നാളെ വിനായക ചതുർത്ഥിയാണ്. ആഘോഷങ്ങളുടെ നിറവിൽ അനന്തപുരിയെ വിസ്മയിപ്പിച്ചു നിൽക്കുന്ന പഴവങ്ങാടി മഹാഗണപതിയുടെ വിശേഷങ്ങളിലൂടെയാണ് മന്ത്രയുടെ യാത്ര. കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിനും അവകാശപ്പെടാനില്ലാത്ത ചരിത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റേത്. ദേവസ്വം ബോർഡല്ല, ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ അധീനതയിലാണ് ഈ അത്യപൂർവ ക്ഷേത്രം. കേരളത്തിൽ ഗുരുവായൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ നിത്യേന വന്ന് തൊഴുതു പോകുന്ന ക്ഷേത്രമെന്ന ഖ്യാതിയും പഴവങ്ങാടിക്കാണ്. തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗത്ത് പത്മനാഭസ്വാമിയുടെ മുന്നിലായി ഈശാന കോണിലായി പഴവങ്ങാടിയിൽ തമിഴ് ക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് ക്ഷേത്ര നിർമ്മിതി. തമിഴ് ശൈലിയിൽ സ്വർണ്ണത്തിൽ പൊതിഞ്ഞാണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത്. ചതുരാകൃതിയിൽ നിർമ്മിച്ച തീർത്തും ചെറിയ ശ്രീകോവിൽ, അതിനുള്ളിലെ ഗർഭഗൃഹം, ശ്രീകോവിലിനെ ചുറ്റിയ നാലമ്പലം, തിടപ്പള്ളി തുടങ്ങിയവയാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗമായ ഇടങ്ങൾ. ക്ഷേത്രത്തിലെ വിവിധ ഭാഗങ്ങളിലായി ഗണപതിയുടെ 32 വ്യത്യസ്ത രൂപങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചരിത്രം സൈന്യത്തിൻ്റെ ചരിത്രം കൂടിയാണ്. തിരുവിതാംകൂർ സൈന്യത്തിൽ നിന്നും തുടങ്ങി ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെൻ്റ് വരെ എത്തി നിൽക്കുന്ന ഒരു വ്യത്യസ്ത ചരിത്രം. തിരുവിതാംകൂറിൻ്റെ സൈന്യമായ തിരുവിതാംകൂർ കരസേന രൂപം കൊണ്ടത് പത്മനാഭപുരത്ത് വെച്ചിട്ടാണ്. ഇവിടമായിരുന്നു മുമ്പ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം. ഒരിക്കൽ കരസേനയിലെ ഒരു അംഗത്തിന് അടുത്തുള്ള പുഴയിൽ നിന്നും വളരെ അവിചാരിതമായി ഒരു ഗണപതി വിഗ്രഹം ലഭിക്കുകയുണ്ടായി. വിഗ്രഹം അവിടെ ഉപേക്ഷിക്കാതെ അദ്ദേഹം കൂടെ കൂട്ടുകയും മറ്റു സൈനികരോടൊപ്പം ചേർന്ന് അതിനെ ആരാധിച്ചു പോരുകയും ചെയ്തു. തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ അവർ ഗണപതിയെയും ഒപ്പം കൂട്ടി. അങ്ങനെ തിരുവിതാംകൂർ കരസേനയുടെ ആസ്ഥാനത്ത് ഗണപതി എത്തുകയും ഗണപതിക്കായി ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിക്കുകയും ചെയ്തു. അതാണ് ഇന്നത്തെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. ഇന്ത്യൻ യൂണിയനിൽ തിരുവിതാംകൂർ രാജ്യം ലയിച്ചപ്പോൾ മുതൽ ഭാരത കരസേന വിഭാഗത്തിലെ മദ്രാസ് റെജിമെൻ്റാണ് ക്ഷേത്രം നടത്തുന്നത്. അങ്ങനെയാണ് സൈനികരുടെ പരദേവതയായി പഴവങ്ങാടി ഗണപതി ഭഗവാൻ മാറുന്നത്. കേരളത്തിൽ ഗണപതി ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഇവിടത്തെ പോലെ അപൂർവമായ പ്രതിഷ്ഠ മറ്റൊരിടത്തുമില്ല. സ്വർണ്ണ ഗോളികയ്ക്കുള്ളിൽ താന്ത്രിക വിധിപ്രകാരമാണ് പ്രതിഷ്ഠ. ആ സ്വർണ്ണ ഗോളികയ്ക്കുള്ളിലാണ് പൂർവികമായിട്ടുള്ള വിഗ്രഹമുള്ളത്. പ്രപഞ്ച ഗണപതി സങ്കല്പത്തിലാണ് പഴവങ്ങാടി പ്രതിഷ്ഠ. പ്രപഞ്ചശക്തി ആവാഹിച്ച വിഗ്രഹമാണ് പഴവങ്ങാടിയിലേത്. മഹാഗണപതി, വലംബിരി ഗണപതി എന്നീ സങ്കല്പങ്ങളും നിലവിലുള്ള അത്യപൂർവ പ്രതിഷ്ഠയാണ് പഴവങ്ങാടി ക്ഷേത്രത്തിലേത്. വലതുകാൽ മടക്കി വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ ഗണപതി ഉള്ളത്. പുറകിലെ വലതു കൈയിൽ മഴുവും പുറകിലെ ഇടത് കൈയിൽ കയറും മുന്നിലെ ഇടത് കൈയിൽ മോദകവും കാണാം. മുന്നിലെ വലത് കൈ അഭയമുദ്രാങ്കിതമാണ്. ഉപദേവതകളിലുമുണ്ട് പ്രത്യേകത. പ്രധാനപ്പെട്ട 2 ഉപദേവതകൾ ശാസ്താവും ദുർഗാദേവിയുമാണ്. ശബരിമലയിലെ വിഗ്രഹത്തിൻ്റെ അതേ രൂപത്തിലുള്ളതാണ് ഇവിടുത്തെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ. വേട്ടയ്ക്കൊരു മകൻ എന്ന സങ്കല്പത്തിലാണ് അയ്യപ്പനുള്ളത്. വേട്ടയ്ക്കൊരു മകൻ യുദ്ധദേവനാണ്. രാജാവിൽ നിന്ന് നായർ പട്ടാളത്തിലേക്കും അവരിൽ നിന്ന് ഇന്ത്യൻ ആർമിയുടെ ഭാഗമായി മാറിയ പഴവങ്ങാടി ക്ഷേത്രം യുദ്ധവും വീര്യവും പരാക്രമണവും ഒക്കെയായി ബന്ധപ്പെട്ട ക്ഷേത്ര ഉൽപ്പത്തിയാലാവാം ശാസ്താവ് വേട്ടയ്ക്കൊരു മകൻ എന്ന സങ്കല്പത്തിൽ കുടികൊള്ളുന്നത്. നാലമ്പലത്തിനകത്ത് അയ്യപ്പനെയും ഭഗവതിയെയും ക്ഷേത്രമതിലിനകത്ത് നാഗദൈവങ്ങളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നാഗരാജാവും നാഗയക്ഷിയും ചിത്രകൂടവും അടങ്ങുന്നതാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷം വിനായക ചതുർത്ഥിയാണ്. വിനായക ചതുർത്ഥിയിലെ പ്രധാനപ്പെട്ട പൂജകളിലൊന്ന് കളഭാഭിഷേകത്തോടുകൂടിയുള്ള ഉച്ചപൂജയാണ്. വിശേഷമായ ചടങ്ങ് പത്മനാഭസ്വാമിയെ വലം വച്ച് വൈകുന്നേരമുള്ള വിനായക നഗരപ്രദക്ഷിണവുമാണ്. വഴിപാടിൽ ഏറ്റവും പ്രസിദ്ധമാണ് നാളികേരം അഥവാ തേങ്ങ ഉടയ്ക്കൽ. ആയിരക്കണക്കിന് തേങ്ങകളാണ് വഴിപാട് നേർന്നതിൻ്റെ ഭാഗമായി ഇവിടെ വിശ്വാസികൾ ദിനവും ഉടയ്ക്കുന്നത്. വിഘ്നങ്ങളകറ്റി ജീവിതം ശുഭമാക്കുന്ന വിഘ്നേശ്വരൻ്റെ മുന്നിൽ പ്രാർത്ഥനയോടെ ഉടയ്ക്കുന്ന ഓരോ നാളികേരവും
അഹം എന്ന ബോധത്തെ, അതായത് അഹങ്കാരത്തെ ഇല്ലാതാക്കുക എന്ന സങ്കല്പത്തെയാണ് ലക്ഷ്യമാക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം നാളികേരമുടയ്ക്കുന്ന ക്ഷേത്രവും ഇതാണ്. മറ്റൊരു പ്രധാന വഴിപാടാണ് വിളക്ക് വഴിപാട്. ഉദയാസ്തമയ പൂജകളിൽ വിളക്ക് കത്തിച്ച് നമ്മുടെ സങ്കടങ്ങൾക്കും അവലാദികൾക്കും അറുതി വരുത്തുവാനായി പ്രപഞ്ച ഗണപതിക്ക് മുന്നിൽ പ്രാർത്ഥിക്കാൻ നൂറുകണക്കിന് ഭക്തർ ദിനവും വന്നു പോകുന്നുണ്ട്. ഇവ കൂടാതെ നിത്യവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുന്നൊരു ക്ഷേത്രം കൂടിയാണ്. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, വിദ്യാസൂക്ത പുഷ്പാഞ്ജലി, ഗണപതി ഹോമം, അപ്പം വഴിപാട്, മോദകം വഴിപാട് എന്നിവയും ഭഗവാന്റെ ഇഷ്ട വഴിപാടുകൾ തന്നെയാണ്. എല്ലാ ദിവസവും രാവിലെ 4:30 ക്ഷേത്ര നട തുറക്കും. 5 മണിക്ക് അഭിഷേകം, 5:30 ഉഷപൂജ, ഗണപതി ഹോമം, രാവിലെ 9 ഉച്ചപൂജ, തുടർന്ന് നവക പഞ്ചഗവ്യ കലശാഭിഷേകങ്ങൾ. ഇതിനുശേഷം രാവിലെ 10:30 തന്നെ നട അടയ്ക്കും. ദിവസേന 3 പൂജകളാണുള്ളത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1/2 കിലോമീറ്റർ മാത്രമാണ് പഴവങ്ങാടിയിലേക്കുള്ള ദൂരം. ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡാണ്. ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ സർവവിഘ്ന പരിഹാരകനായ പ്രപഞ്ച ഗണപതി പഴവങ്ങാടിയപ്പനെ വണങ്ങി ഭഗവാന്റെ ആറാട്ടും പങ്കുകൊണ്ട് സായുജ്യമടയുവാൻ എല്ലാ ഭക്തർക്കും കഴിയുമാറാകട്ടെ. എല്ലാ വിശ്വാസികൾക്കും മന്ത്രയുടെ വിനായക ചതുർത്ഥി ആശംസകൾ. ഏവർക്കും നന്മകളുണ്ടാവട്ടെ.